ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാണ് ഹോച്ചിമിൻ സിറ്റിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സായിഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ച് ഉണ്ട്. പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു ബുക്ക് സ്ട്രീറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ടെറ്റ് ഹോളിഡേ ആയതുകൊണ്ട് കുറച്ച് കുറവാണ് ഇന്ന്, എന്നാലും അത്യാവശ്യം ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം. ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് കാണാൻ തന്നെ നല്ല ഒരു രസമാണ്. പഴയ ഒരു പരമ്പരാഗത രീതിയിൽ വളരെ വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണിത്. ഇവിടെ വന്നിട്ട് ടൂറിസ്റ്റുകളുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നാട്ടിലേക്ക് കത്തയക്കലാണ്. അത് ഏകദേശം ആൾക്കാരും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി പോലെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ വന്നാൽ ടൂറ് എന്തെങ്കിലും ഡേ ടൂർ ബുക്ക് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ളതുണ്ട്. പിന്നെ കൊറിയർ അയക്കാം. കുറേ രാജ്യത്തിൻ്റെ ക്ലോക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്കിവിടെ. മോസ്കോ, ടോക്കിയോ, ബീജിംഗ്, സിയോൾ. ഇന്ത്യയിലില്ല. ടൂറിസ്റ്റുകൾക്ക് ബസ്സെല്ലാം ബുക്ക് ചെയ്യാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഈ ഹോച്ചിമിൻ സിറ്റി ഫുള്ളായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾക്കെല്ലാം ബസ്സും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ബുക്ക് ചെയ്യാം. ടൂറിസ്റ്റ് പാക്കേജ് എടുക്കാം. പിന്നെ സുവനീറുകൾ വിൽക്കുന്നുണ്ട്. അധികം ആൾക്കാരും സുവനീറുകൾ വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാഗ്നറ്റ് ടൈപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് എത്ര വർഷം പഴക്കമില്ലെന്നറിയോ? ഇത് പണ്ടത്തെ പോസ്റ്റ് ഓഫീസാണ്. എത്ര ആൾക്കാരുണ്ട് നോക്ക് നാട്ടിലേക്ക് കത്തയക്കുന്നേയും. ഇഷ്ടമുള്ള സ്റ്റാമ്പ് കാർഡ് നമുക്ക് എടുക്കാം. ചെറിയ റേറ്റ് ആണെന്ന് തോന്നുന്നു എല്ലാത്തിനും. എത്ര പൈസ നോക്കറോന്ന്? 30,000. നമ്മള് 100 രൂപേന്റെ 30,000 വേണ്ടി. പിന്നെ അയക്കാൻ വേണ്ടി ചെറിയൊരു പൈസ ഉണ്ടാവും. ഇത് ഓരോ സ്ഥലത്തിന്റെ ഉണ്ട്. സാപ്പ, പിന്നെ 30,000 വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ 100 രൂപ അല്ലേ. ഇത് ഇമ്പീരിയൽ സിറ്റി, ഹ്യൂ വിയറ്റ്നാം, ദ ഇമ്പീരിയൽ സിറ്റി, സാപ്പ. പിന്നെ ഇതെല്ലാം ഹ്യൂവിൻ്റെ ആണ്. എല്ലാത്തിനും 30,000 വേണ്ടി തന്നെ. ആ, പിന്നെ ഇത് ഹൊയാൻ, നമ്മളന്ന് പോയ ഹൊയാൻ. ഇതാ പിന്നെ പുറത്തുനിന്ന് വന്നവരെല്ലാം കണ്ടാവും. ഇവിടുന്ന് അത് പോസ്റ്റ് കാർഡ് വാങ്ങിയിട്ട് അതിൽ എന്താണോ വേണ്ടത് അത് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നാട്ടിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കത്തെഴുതുന്നതാണുള്ളത്. ഇവരെല്ലാം അങ്ങനെ ഇല്ലവരാണ് ഈ കാണുന്നവരെല്ലാം. ഓരോരാളും ഓരോ മൂലക്കായിട്ട് എന്നിട്ട് എഴുതുന്നുണ്ട്. അവരെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കത്ത് എഴുതുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കുമായിരിക്കും, ഏകദേശം 15 ദിവസം 30 ദിവസം എടുക്കുമായിരിക്കും ഇവിടുന്ന് നാട്ടിലേക്ക് എത്താൻ വേണ്ടി. പക്ഷെ എന്നാലും ഇത് കുറേ പഴക്കം ചെന്ന പോസ്റ്റ് ഓഫീസ് അല്ലേ. പോസ്റ്റ് കാർഡ് കവറെല്ലാം വെറും കാർഡും അല്ലേ, കവറും ഉണ്ട്. കവർ വാങ്ങണം. കാർഡ് നമുക്ക് വേറെ വാങ്ങണം, കവർ വേറെ വാങ്ങണം. ഇതാണ് സ്റ്റാമ്പ് കൗണ്ടർ. നമ്മൾ കാർഡെല്ലാം എഴുതിയിട്ട് സ്റ്റാമ്പ് ഇവിടുന്ന് വാങ്ങിയിട്ട് പിന്നെ ഒട്ടിച്ചിട്ട് അയക്കണം. അപ്പം 1,00,000 വേണ്ടിൻ്റെ അടുത്താണ് ഏകദേശം റേറ്റ് വരുന്നത്. If you choose the red one, that is the central of Ho Chi Minh City. If you choose the blue one, that's like some pagoda. And the last one is a night zone. If you have the time, I prefer you choose around 5 or 5:30 p.m. Okay. When you go to bridge here, you will see the sunset. One of the best time there. And the other option, you can choose around after 7 p.m. All the city open the line and you will go around with the double-decker bus. It's very famous. Okay. Okay, let me check and come back to you. Yes, okay. Thank you. ഈ നമ്മൾ പോകുന്നതാണ് ഇതിൻ്റെ സൈഡിലുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ സൈഡിലായിട്ട് കാണുന്ന കുറേ സുവനീർ ഷോപ്പുകൾ വിൽക്കുന്ന സ്ഥലം. കുറേ മെയിനായിട്ട് സുവനീർ, പിന്നെ ഇവിടുത്തെ വിയറ്റ്നാമിൻ്റെ ഇതെല്ലാം വെച്ചിട്ടുള്ള ബാഗുകൾ, അങ്ങനത്തെ തന്നെയാണ് ഇവിടെ മെയിൻ. ഇവിടെ ടൂറിസ്റ്റുകളെല്ലാം വന്നിട്ട് ഷോപ്പിംഗ് നടത്തുന്നുണ്ട്. അധികവും നമുക്ക് സുവനീർ, മാഗ്നറ്റ് സുവനീർ തന്നെയാണ് കാണുന്നത്.
വിയറ്റ്നാമിലെ എല്ലാ സ്ഥലങ്ങളുടെ ഓരോ ചിത്രങ്ങൾ വെച്ചിട്ടില്ല സുവനീറുകൾ, പിന്നെ ഡയറീസ് എല്ലാം ഉണ്ടല്ലേ, നമ്മളെ നോട്ട്ബുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഏതാ നമ്മളെ ഡെയിലി ബാഗിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ. എത്ര റേറ്റ് എത്ര? ഇതിന് 70,000 വേണ്ടി. ഇതിനോ? കീ ചെയിനൊക്കെ 1,10,000 വേണ്ടി. റേറ്റ് കുറച്ച് കൂടുതലല്ലേ? പക്ഷെ ഇതെല്ലാം നല്ലയില്ലേ, നമ്മൾ ഒരു രസമല്ലേ കാണാൻ. ഇത് ചെറുതുണ്ട് വലുതുണ്ട്, പെന്നടക്കം കിട്ടുന്നതുണ്ട് എല്ലാം അങ്ങനത്തെ. ഇതാണ് കേട്ടോ വിയറ്റ്നാമിലെ മെയിൻ ഒരു തൊപ്പി. ഇത് എല്ലാ ആൾക്കാരുടെയും തലയിൽ കാണലുണ്ട്, പണിക്ക് പോകുന്നവരുടെ ആയാലും. പിന്നെ മെയിൻ ഫോട്ടോഷൂട്ടിനൊക്കെ എല്ലാവരും ഇങ്ങനത്തെ പിന്നെ തൊപ്പിയെല്ലാം വെച്ചിട്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇതിന് 3,20,000 വേണ്ടിയാണ് കേട്ടോ വരുന്നത്. പിന്നെ ചങ്കിന് ഒരു വള്ളിയും കൂടി എല്ലാം കൊടുത്തിട്ടുണ്ട്. ലുക്കില്ല, പക്ഷെ ഇത് എടുത്തൊരു ഇങ്ങനെ തന്നെയാണ്, ഒരു തുണിയുടെ ടൈപ്പ് തന്നെയാണ് വള്ളി എല്ലാരും ചെയ്തിട്ടുള്ളത്. കളർഫുൾ ആയിട്ടുള്ള തൊപ്പി ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ചർച്ച്. പക്ഷെ ഈ ചർച്ച് നമ്മൾ വന്ന സമയം മുതൽ ഇതിപ്പോ പൂട്ടിയിട്ട് എന്തോ വർക്ക് നടക്കുകയാണ്. അതിന് മുന്നേ വർക്ക് നടക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് എൻട്രിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാണ് ഈ കാണുന്നതാണ് ഡബിൾ ഡെക്കർ ബസ്. പിന്നെ ഇവിടുത്തെ ഹോച്ചിമിൻ സിറ്റി ഒന്ന് നഗരം മൊത്തം ചുറ്റിക്കറങ്ങാനുള്ള ഒരു ബസ് ടൂറാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരാൾക്ക് 1,50,000 വേണ്ടി. അതിന്റെ ടിക്കറ്റ് നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ടും എടുക്കാൻ പറ്റും. അതൊരു വൈകുന്നേരം മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കാണാൻ കഴിയുന്നു നോക്കാം. 2 വർഷത്തിൽ കൂടുതലായി തോന്നി ഇതിന്റെ പണി നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല. ഇതിന്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റുന്നൊന്നുമില്ല. നോ വിസിറ്റേഴ്സ് അലൗഡ്. ഇതാണ് ഇതിന്റെ ഫ്രണ്ടിലെ ക്രിസ്തുവിന്റെ രൂപം എന്ന് പറയുന്നത്. ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ എപ്പോഴും വന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പോകുന്ന സ്ഥലമാണിത്. നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള രൂപം. പോസ്റ്റ് ഓഫീസ് ഇവിടെ, പോസ്റ്റ് ഓഫീസിന് തൊട്ടടുത്ത് തന്നെ ഈ ക്രിസ്ത്യൻ പള്ളി വരും. ഇതാണ് ആ സ്റ്റാച്യു. നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. പിന്നെ ഒരു മിക്സി എന്ന് പറഞ്ഞിട്ടൊരു ജ്യൂസ് സെൻ്റർ ഉണ്ട്. അടുത്തേക്ക് വന്നു, പക്ഷേ അവിടെ ക്ലോസ്ഡ് ആയി. അതുകൊണ്ട് അതിന് തൊട്ടടുത്തൊരു ജ്യൂസ് കാണുമ്പോൾ നമ്മൾ വന്നു. ഇവിടെ നല്ല ടേബിളും കസേരയെല്ലാം ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് ജ്യൂസ് ഓർഡർ ആക്കിയിട്ടുണ്ട്. ജ്യൂസ് തരുന്നുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ട്, ഇത് അവക്കാഡോ, ഇത് മാംഗോ, ഇത് ഇളനിറം. അപ്പം അത്രയേ ഉള്ളൂ. ഒരു 30,000 വേണ്ടിയേ ഉള്ളൂ എടുത്തത്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.